ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്ന ഓർഗൻസ മെറ്റീരിയൽസ് ആണ്. ഇന്നലെ നമ്മൾ ചെക്ക് കോട്ടയാണ് കണ്ടത്. അതിന് മുമ്പ് ഓർഗൻറ്റി കണ്ടു, സിൽക്കി കോട്ട കണ്ടു, അങ്ങനെ ഒരേ ദിവസം സിന്തറ്റിക് കോട്ടയും കണ്ടു. അങ്ങനെ ഒരേ ദിവസം പല പല മെറ്റീരിയൽസ് ആണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. എല്ലാം തന്നെ അതിൻ്റെ അകത്ത് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന പ്രൊഡക്ട്സ് ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഓർഗൻസ, സോഫ്റ്റ് ഓർഗൻസയിൽ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്, 4 ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് നമ്മൾ കാണിക്കുന്നത്. ഷാഡോ വർക്കും അല്ലാത്ത വർക്കും എല്ലാം ചെയ്തിരിക്കുന്നത്. എന്നാൽ ബഡ്ജറ്റിൽ വരുന്ന ആയിട്ടുള്ള സാരീസാണ്, വിത്ത് ബ്ലൗസ് പീസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സാരീസും കണ്ടു നോക്കാം. നിങ്ങൾ എല്ലാവരും ഫുൾ ലെങ്ത് ഇരുന്ന് കാണുക, സാരിയുടെ എവിടേക്കാണ് ഡിസൈൻ വരുന്നത്, എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലത്തെ ഡിസൈൻസ് കസ്റ്റമൈസേഷൻ വേണം എന്നുണ്ടെങ്കിൽ അതായാലും നമുക്ക് പറയാവുന്നതാണ്. അല്ല ഇപ്പം ഈ ഒരു ഡിസൈനേ വേണ്ട, പക്ഷേ ഈ ഒരു ഓർഗൻസ ഈ കളർ സാരിയിൽ വേണം എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മറ്റൊരു ഡിസൈനോ ആണെങ്കിൽ അതാണെങ്കിലും പറയാം. അല്ലെങ്കിൽ മറ്റൊരു വർക്ക് ആണെങ്കിൽ ഷാഡോ വർക്ക് തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും വർക്ക് ആണെങ്കിൽ അതായാലും നമുക്ക് താഴെ കാണുന്ന എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്തും ആയിക്കോട്ടെ, അത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് സോഫ്റ്റ് ഓർഗൻസ സാരീസ് എല്ലാം എവിടേക്കാണ് വരുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സാരി. ഇതൊരു ആഷ് കളർ സോഫ്റ്റ് ഓർഗൻസയാണ്. അതിൻ്റെ അകത്ത് പിങ്കിൻ്റെ ഡബിൾ ഷെയ്ഡും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. അത് ആ സെയിം ത്രെഡ് യൂസ് ചെയ്ത് തന്നിട്ട് ഫ്ലവറിൻ്റെ നടുക്ക് ഫ്രഞ്ച് നോട്ടും ചെയ്തിട്ടുണ്ട്. ലീവ്സ് ആണെങ്കിലും നമ്മൾ ചെയ്തിരിക്കുന്നത് ഡബിൾ ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഗ്രീൻ നമ്മൾ ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഡിസൈൻ മുന്താണിയുടെ കാണുന്ന പോർഷനിലുണ്ട്, കാണുന്ന സൈഡിൽ. പിന്നെ റണ്ണിങ് പോർഷനിൽ ഒരു സിംഗിൾ ഫ്ലവറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചെസ്റ്റ് പോർഷൻ ഷോൾഡർ പ്ലീറ്റിൽ വന്നിട്ട് ഇതുപോലത്തെ ഡിസൈനാണ്. ആ മുന്താണി കണ്ട സെയിം ഡിസൈൻ ഇവിടെ ഷോൾഡറിൻ്റെ അവിടെയുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു 3 ഫ്ലവർ പാറ്റേണും ഉണ്ട്. പിന്നെ ഇത് വിത്ത് ബ്ലൗസ് പീസാണ്. ഓർഗൻസയുടെയൊക്കെ സെയിം ഷെയ്ഡ് ബ്ലൗസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ വിത്ത് ബ്ലൗസ് പീസ് സെയിം കളർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സ്ലീവിലും ഇതുപോലെ തന്നെ ഒരു ഫ്ലവർ തയ്ച്ചിട്ടുണ്ട്, ഒരു റോസ് ഫ്ലവർ നമ്മൾ ഷാഡോ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 6.5 മീറ്റർ സാരി വിത്ത് ബ്ലൗസ് പീസാണ്. 5.5 മീറ്റർ സാരി, 1 മീറ്റർ ബ്ലൗസ് പീസിന്. അപ്പോൾ ഇങ്ങനെയാണ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ഫീലാണ് ഈ സാരിയുടെ ഇതിൽ വരുന്നത്. എന്ന് വെച്ചാൽ മുന്താണിയിലും ഷോൾഡർ പ്ലീറ്റിലും ആണ്, പിന്നെ ബ്ലൗസിൻ്റെ സ്ലീവിലുമാണ് ഈ വർക്ക് വന്നിരിക്കുന്നത്. ആഷ് ആൻഡ് പിങ്ക് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1700 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഒരു പീച്ച് കളർ സോഫ്റ്റ് ഓർഗൻസയിൽ ഓഷ്യൻ ബ്ലൂ കളർ ത്രെഡ് യൂസ് ചെയ്ത് ബ്ലൂയിഷ് ഗ്രീൻ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ഇതും ഷാഡോ വർക്കാണ്. വളരെ നീറ്റായിട്ട് നമ്മൾ ഷാഡോ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെമ്മും ലീഫും എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് ഒലീവ് ഗ്രീൻ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. കുറച്ച് ഫ്രഞ്ച് നോട്ട്സ് പൂമ്പടിക്കും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ഇതാണ് എക്സാക്ട് കളറ് സാരിയുടെ. ഇപ്പം നിങ്ങൾ കാണുന്ന കളർ തന്നെയാണ് സാരിയുടെ കളർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതുപോലെ ഷാഡോ വർക്ക് മുന്താണിയിൽ കൊടുത്തിട്ട് പിന്നെ റണ്ണിങ് പോർഷനിൽ ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേൺ ആണ് റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേൺ റണ്ണിങ് പോർഷനിലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 2 ഡിസൈനാണ് നമുക്കുള്ളത്. 2 ഡിസൈൻ ഇതുപോലെ ഷോൾഡർ പ്ലീറ്റിൽ വരുന്നുണ്ട്, 2 എണ്ണം. അത് കഴിഞ്ഞിട്ട് കാലിൻ്റെ പോർഷനിൽ ഇതുപോലെ തന്നെ സെയിം ഈ ഒരു ഡിസൈൻ സ്റ്റാൻഡിങ് പൊസിഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡിങ് പൊസിഷനിൽ കാലിൻ്റെ അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നു. ഇതാണ് സ്റ്റാൻഡിങ് പൊസിഷനിൽ കാലിൻ്റെ അവിടെ വരുന്ന ഡിസൈൻ. ഇങ്ങനെ ഒരു ഡിസൈനാണ് കാലിൻ്റെ അവിടെ വരുന്നത്. പിന്നെ ഇതും വിത്ത് ബ്ലൗസ് പീസാണ്. ബ്ലൗസിൻ്റെ സ്ലീവിൽ സിംഗിൾ ഫ്ലവർ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. നമ്മൾ റണ്ണിങ് പോർഷനിൽ കണ്ടുവരുത്ത ഒരു സിംഗിൾ ഫ്ലവർ പാറ്റേൺ ആണ് സ്ലീവിൻ്റെ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. സ്ലീവിൽ 2 സ്ലീവിൻ്റെയും കൈയിൻ്റെ അവിടെയായിട്ട് ഇതുപോലെ സിംഗിൾ ഫ്ലവർ പാറ്റേൺ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഈ സാരിയും വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഷാഡോ വർക്ക് ആയതുകൊണ്ട് തന്നെ ചെയ്യാൻ കുറേ സമയം എടുക്കുന്നത് കൊണ്ട് വർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ചെയ്ത് തീർക്കാൻ. ഈ കാണുമ്പോൾ നമുക്ക് ഒരു കുഞ്ഞ് ഫ്ലവറായിട്ടാണ് തോന്നുന്നത്, പക്ഷേ ഇത് തയ്ച്ചെടുക്കാൻ കുറേ മണിക്കൂറുണ്ടെങ്കിലാണ് ഈ ഒരു സിംഗിൾ പാറ്റേൺ നമ്മൾ തയ്ച്ചെടുക്കണം. ഇതുപോലെ ആയിരിക്കും ബാക്ക് സൈഡ് വരുന്നത്. ബാക്ക് സൈഡ് പലരും ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് കാണിക്കും. ഇതുപോലെ ആയിരിക്കും ബാക്ക് സൈഡ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാൻ കുറേ സമയം നമ്മൾ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഒരു ഷാഡോ വർക്ക് എന്ന് പറഞ്ഞ വർക്കിന് റേറ്റ് പൊതുവേ കൂടുതലാണ് ബാക്കിയുള്ള വർക്ക്സ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1849 ആണ് ഇതിൻ്റെ റേറ്റ്.
അടുത്തത് ഒരു ബേബി യെല്ലോ കളർ സാരിയാണ്, ഓർഗൻസ സാരിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ബേബി പിങ്ക് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. ഷാഡോ വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറ് തീരെ പെയിൽ യെല്ലോ എന്ന് പറയാം. ബേബി യെല്ലോ എന്ന് പറഞ്ഞാൽ തീരെ ലൈറ്റ് അല്ലേ, ലൈറ്റ് ഷെയ്ഡാണ് ഈ ഓർഗൻസ. അതിൻ്റെ അകത്ത് നമ്മൾ വളരെ ലൈറ്റ് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മുമ്പ് കണ്ട ആ സെയിം ഡിസൈൻ കുറച്ചും കൂടെ വലുതായിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അത് 3 ഫ്ലവർ പാറ്റേൺ ആയിരുന്നു. ഇതിൻ്റെ അകത്ത് 7 ഡിസൈനാണ് മുന്താണിയിൽ തന്നെ വരുന്നത്. 6 സ്ട്രാൻഡ്സ് ഇട്ടിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. മറ്റേത് 2 സ്ട്രാൻഡ്സ് ഇട്ടിട്ടാണ് തയ്ച്ചിരിക്കുന്നത്, ഇത് 6 സ്ട്രാൻഡ്സ് ഇട്ടിട്ടാണ്. അതിൻ്റെ ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ലീവ്സും സ്റ്റെംസും ആണെങ്കിലും വളരെ ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് മുന്താണിയിൽ. വലിയ ഫ്ലവേഴ്സാണ് മറ്റേ ഇതിനെ വെച്ച് നോക്കുമ്പം. അതുപോലെ തന്നെ ഇതിൻ്റെ റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈൻ ഉണ്ട്. അത് ഇങ്ങനെ ഒരു ഡിസൈൻ, പിന്നെയും വലിയ ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ മുന്താണി ഫുള്ളും ടോട്ടൽ നോക്കുവാണെങ്കിൽ പുറകിൽ നിന്ന് നോക്കിയാൽ ഫുൾ ഫ്ലവേഴ്സ് കാണാം. ഇതുപോലെ നിറച്ചും ഫ്ലവേഴ്സ് ഉള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ആയിരിക്കും ബാക്ക് സാരി ഇങ്ങനെ ഞെറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ബാക്ക് സൈഡ് കാണുമ്പോൾ നിറച്ചും ഫ്ലവേഴ്സ്, യെല്ലോ ഷെയ്ഡ് കാണുന്ന കുറച്ച് പോർഷൻസേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ വന്നിട്ട് ഇതുപോലെ രണ്ടെണ്ണം വലുത് അടുപ്പിച്ച് വരുന്നുണ്ട്. ഇതുപോലെയാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. രണ്ടെണ്ണം അടുപ്പിച്ച്, പിന്നെ ഇത്തിരി ഗ്യാപ്പ് വിട്ട് 3 ഫ്ലവർ ആയിട്ടുള്ള പാറ്റേണും തയ്ച്ചിട്ടുണ്ട്. ഇത് ഈ ബേബി പിങ്കും ഇതും ആയതുകൊണ്ട് ഒട്ടും തെറിച്ച് നിൽക്കുന്ന കളർ കോമ്പിനേഷൻ അല്ല, വളരെ സെറ്റിലായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. അതിന് ആക്സസറീസ് മുത്തുമാലയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ബീഡിൻ്റെ കമ്മലും എല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഒരു എലഗൻ ലുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതുപോലെയാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. പിന്നെ കാലിൻ്റെ അവിടെ വരുമ്പോൾ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ലെഫ്റ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഇതുപോലെ തന്നെ 3 ഫ്ലവർ പാറ്റേൺസ് തയ്ച്ചിട്ടുണ്ട്. ഇത് വിത്ത് ബ്ലൗസ് പീസ് അല്ല, ഇതിന് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് എടുത്താൽ കുറച്ചും കൂടെ എടുപ്പെന്ന് വെച്ചാൽ സാരി ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ഇതിന് കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് കോമ്പിനേഷൻ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗി കിട്ടും. അപ്പോൾ ഇത് വിത്ത് ബ്ലൗസ് പീസ് അല്ല, ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 2500 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തതൊരു ബ്ലാക്ക് ഓർഗൻസ സാരിയാണ്, സോഫ്റ്റ് ഓർഗൻസ. സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞു ജെറി അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്, സിൽവർ ജെറി. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ മുന്താണിയിൽ ഇതുപോലത്തെ ഒരു ഫ്രഞ്ച് നോട്ടിൻ്റെ ഡിസൈനാണ്. ഫ്രഞ്ച് നോട്ടാണ്, ഫ്ലവേഴ്സ് എല്ലാം റെഡും ബേബി പിങ്കും കളറാണ് ഫ്രഞ്ച് നോട്ട്സിന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് ബ്ലാക്ക് ആണ്, വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് വരുന്നില്ല. പിന്നെ സ്റ്റെമ്മിന് നമ്മൾ കൊടുത്തേക്കുന്ന ഒലീവ് ഗ്രീൻ കളർ തന്നെയാണ് സ്റ്റെമ്മിന് കൊടുത്തിരിക്കുന്നത്, ലൈറ്റ് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ഡിസൈൻ മുന്താണിയിൽ വരുന്നുണ്ട്. പിന്നെ റണ്ണിങ് പോർഷൻ അതിൻ്റെ ഒരു കുഞ്ഞു വേർഷൻ വരുന്നുണ്ട് റണ്ണിങ് പോർഷനിൽ. പിന്നെ വന്നിട്ട് ഷോൾഡർ പ്ലീറ്റാണ്. ഷോൾഡർ പ്ലീറ്റിൽ അതുപോലത്തെ 2 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ കൊടുത്തത്. മുന്താണിയിൽ കണ്ടുപോലത്തെ സെയിം ഡിസൈൻ തന്നെ 2 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ പർട്ടിക്കുലർ ഗ്യാപ്പ് വിട്ടിട്ട് അടുത്തത്. പിന്നെ കാലിൻ്റെ പോർഷനിലും ഇതിൻ്റെ തന്നെ ഫുള്ളായിട്ടില്ല, പക്ഷെ ഒരു റണ്ണിങ് പോർഷനിൽ തയ്ച്ചതിനേക്കാളും കൂടുതൽ ഉണ്ട്. സ്റ്റാൻഡിങ് പൊസിഷനിൽ കാലിൻ്റെ അവിടെ ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കളറും വർക്കും കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. മുന്താണിയിൽ ഒരെണ്ണം, ചെസ്റ്റിന് ഷോൾഡർ പ്ലീറ്റിൻ്റെ അവിടെ 2 എണ്ണം, പിന്നെ കാലിൻ്റെ ഇവിടെയും റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞത്. ഇത് വിത്ത് ബ്ലൗസ് പീസാണ്. ബ്ലൗസിൻ്റെ സ്ലീവിലും വർക്ക് വരുന്നുണ്ട്. ബ്ലൗസിൻ്റെ സ്ലീവിൽ കുഞ്ഞൊരു ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു ഡിസൈനാണ് നമ്മൾ വർക്കിൻ്റെ സ്ലീവിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു കുഞ്ഞു ഫ്ലവർ പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബ്ലൗസിൻ്റെ സ്ലീവിൽ. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1600 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ 4 ഓർഗൻസ സാരി കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു മെറ്റീരിയലായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.